السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله، أوصيكم وإياي أولا بالتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون. صدق الله العظيم. പ്രിയമുള്ള വിശ്വാസികളെ, പടച്ചനാഥന്റെ വിധിവിലക്കുകളും അവന്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പടച്ചനാഥൻ നാം ഓരോരുത്തരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ഈ ഭൗതികമായ ജീവിതത്തിൻ്റെ സന്തോഷകരമായ സുഗമമായ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സം നിൽക്കുന്ന ഒട്ടനവധി പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിത യാത്രകൾക്ക് മുന്നിൽ പ്രതിബന്ധങ്ങളാകാറുണ്ട്. അതിലെ ഏറ്റവും വലിയ പ്രതിബന്ധം ജീവിതത്തെ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഭയാനകരമായ ഒരവസ്ഥ എന്ന് പറയുന്നത് ഭയപ്പാടുകളാണ്. പടച്ചനാഥൻ അല്ലാഹു നമ്മെ പരീക്ഷിക്കും എന്ന് പറഞ്ഞ പടച്ചനാഥൻ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായി പറഞ്ഞതും വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയത്തിന്റെ കാര്യമാണ്. ഇന്ന് ലോകം വല്ലാത്തൊരു ഭയാശങ്കയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ മനുഷ്യരെ വല്ലാതെ പിടിച്ചു മുറുക്കുന്നുണ്ട്. അത് മാരകമായ രോഗങ്ങളാകാം, വാർദ്ധക്യ പ്രശ്നങ്ങളാകാം, അതുമല്ലെങ്കിൽ അറ്റം കാണാത്ത ഒരു രൂപത്തിലും മുൻപോട്ട് പോകാൻ കഴിയാത്ത വലിയ ഭാരിച്ച കടങ്ങളും
അതുപോലെ അള്ളാഹു നിഷിദ്ധമാക്കിയ ബാങ്കിങ് ലോണുകളുമാകാം. ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യർ ഇന്നൊരു പുത്തരിയാകാത്ത രൂപത്തിൽ നിഷ്പ്രയാസം ജീവിതത്തിൽ നിന്നുള്ള പ്രതിബന്ധങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി ആത്മഹത്യ ഇന്നൊരു വാർത്തയല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പ്രിയമുള്ളവരെ. കാരണം ഒന്നുകിൽ കോവിഡ് പോസിറ്റീവ് എന്ന് കേൾക്കുമ്പോൾ ആത്മഹത്യകളിലേക്ക് എടുത്തു ചാടിയവർ, കടങ്ങളിൽ നിന്ന് ഇനി എനിക്കൊരിക്കലും കരകയറാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കടക്കാരനിൽ നിന്ന് ഓടി ഒളിച്ചുകൊണ്ട് ഒന്നുകിൽ ലഹരിയുടെ ലോകങ്ങളിലേക്കോ അതുമല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ആത്മഹത്യകളിലേക്കോ എടുത്തു ചാടിപ്പോയവർ. പൗരത്വ വിഷയത്തിൽ പൂർവികരായ നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സിന്റെ ഡോക്യുമെന്റ്സുകളും സർട്ടിഫിക്കറ്റുകളും ഒന്നുമില്ല എന്നതുകൊണ്ട് ആത്മഹത്യകളിലേക്ക് എടുത്തു ചാടിയവർ. ഇതിന്റെ എല്ലാം മുന്നിൽ വില്ലനായി നിൽക്കുന്നത് മനുഷ്യരെ ഭയപ്പെടുത്തുന്ന ഭയപ്പാടുകളാണ്. ഈ ഭയപ്പാടുകൾ അവന്റെ ജീവിതത്തിന്റെ സ്വസ്ഥമായ മുന്നോട്ടുള്ള ഗമനത്തിന് വളരെ വലിയ തടസ്സം തന്നെയാണ് നിൽക്കുന്നത്. നമ്മളൊക്കെയും സോഷ്യൽ മീഡിയകളിലൂടെ വായിച്ചൊരു വാർത്തയാണ്. വിദേശ രാജ്യത്ത് കൊലക്കുറ്റത്തിന് വിധേയനാക്കിയ ഒരു കുറ്റവാളിയായ മനുഷ്യൻ, അയാളെ കൊണ്ടുവന്ന് അയാളുടെ മുന്നിലേക്ക് വിഷം ചീറ്റുന്ന ഒരു പാമ്പിനെ അവരുടെ മുന്നിലേക്ക്, ആ കുറ്റവാളിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. വധശിക്ഷയ്ക്ക് വിധേയനായ ആ കുറ്റവാളി കരുതിയത്, എന്നെ ആ പാമ്പിനെ കൊണ്ട്, വിഷം ചീറ്റുന്ന ആ പാമ്പിനെ കൊണ്ട് എന്നെ കടിപ്പിച്ച് എന്നെ മരിപ്പിക്കുകയാണ് ഇവരുടെ പരിപാടി എന്ന് ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തോന്നുമാറ് ഒരു പാമ്പിനെ അയാളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. വധശിക്ഷയ്ക്ക് വിധേയനായ ആ വ്യക്തിയുടെ കണ്ണുകൾ ഒരു തുണിക്കഷണം കൊണ്ട് മൂടി. അതിനുശേഷം അയാളുടെ കാലിലേക്ക് ഒരു മുട്ടുസൂചി കൊണ്ട് ചെറിയൊരു കുത്തുകൊടുത്തു. സെക്കൻഡുകൾക്കുള്ളിൽ ആ മനുഷ്യൻ ഹൃദയസ്തംഭനത്തിലൂടെ പിടഞ്ഞു വീണ് മരിച്ചുപോയ വാർത്ത പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ നമുക്കെയും വായിച്ചവരാണ്. എന്നാൽ കടിക്കാത്ത പാമ്പ് അയാളെ കടിച്ചു എന്നും, അങ്ങനെ ആ മനസ്സിന്റെ ഭയപ്പാടുകളിലൂടെ ഈ ലോകത്ത് നിന്ന് പറന്നുപോയ എത്രയെത്രയോ മനുഷ്യർ ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ശപിക്കപ്പെട്ടവനായ പിശാചിന്റെ ദുർലോഭനങ്ങളിൽ കുടുങ്ങിക്കൊണ്ട് ജീവിതം വഴിമുട്ടിക്കൊണ്ട് ജീവിതയാത്ര അവസാനിപ്പിച്ച നിരവധി ആൾക്കാരുടെ ചരിത്രം ഈ കോവിഡ് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പടച്ചനാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിശാച്, ശപിക്കപ്പെട്ടവനായ പിശാച് അവന്റെ കൂട്ടാളികളെ കാട്ടിക്കൊണ്ട്, അവന്റെ ഔലിയാക്കന്മാരെ, അവന്റെ കൂട്ടാളികളെ കാട്ടിക്കൊണ്ട് നമ്മെ ഭയപ്പെടുത്തും. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, ജീവിതത്തിന്റെ അസ്വസ്ഥതകൾ നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്ത വസ്വാസുകൾ സൃഷ്ടിച്ചുകൊണ്ട് ശപിക്കപ്പെട്ടവനായ പിശാച് നമ്മെ ഭയപ്പെടുത്തും. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഫലാ തഖാഫൂഹും, നിങ്ങൾ അവനെയും അവന്റെ കൂട്ടാളികളെയും ഭയപ്പെടരുത്. വഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്നെയാണ് ഭയപ്പെടേണ്ടത്, പടച്ചനാഥനെയാണ് ഭയപ്പെടേണ്ടത്. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ല ഷൈഇൻ, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെടേണ്ട രൂപത്തിൽ കൃതജ്ഞനായിക്കൊണ്ട്, നന്ദിയോടുകൂടി, ശുക്രോടുകൂടി, അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വർ-റജാ, ഒരു മുഅ്മിൻ ഭയത്തിന്റെയും ആഗ്രഹത്തിന്റെയും ഇടയിലാണ്. അങ്ങനെ അവന് നിർഭയത്വവും അവന് സമാധാനവും അള്ളാഹു നൽകും.
അതാണ് വിശുദ്ധ ഖുർആൻ സൂറ യൂനുസിന്റെ 62, 63 വചനങ്ങളിലൂടെ പടച്ചനാഥൻ നമുക്ക് നൽകുന്ന മനഃശാന്തി, പടച്ചനാഥൻ നമുക്ക് നൽകുന്ന മനസ്സമാധാനം. അലാ ഇന്ന ഔലിയ അല്ലാഹി, അറിയുക അള്ളാഹുവിന്റെ ആത്മമിത്രങ്ങൾക്ക് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയക്കുകയോ അവർ വ്യസനിക്കുകയോ ചെയ്യുകയില്ല. അതിനർത്ഥം അവരുടെ ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങൾ കടന്നു വരികയില്ല എന്നല്ല. പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള മനക്കരുത്തും വിശ്വാസദാർഢ്യവും അള്ളാഹുവിന്റെ ആത്മമിത്രങ്ങളായ പടച്ചനാഥന്റെ ആത്മസുഹൃത്തുക്കളായ ഈ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം അവർക്ക് നൽകുന്ന മനഃശാന്തി, അവർക്ക് നൽകുന്ന മനസ്സമാധാനം അതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിനോടടുത്ത വചനത്തിൽ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തിയത് അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവർ പടച്ചനാഥനിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുകയും പടച്ചനാഥനെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കുകയും മനസ്സിന്റെ ചിന്തകളെ കെട്ടൂരി വിടാതെ, അതിനെ കെട്ടഴിച്ചു വിടാതെ, അപകടങ്ങളിലേക്ക് കൊണ്ടുപോകാതെ മനസ്സിനെ വിശ്വാസികൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പരീക്ഷണങ്ങളിൽ ഞാൻ സഹനം അവലംബിക്കേണ്ടത്, ആ സഹനതയുടെ ശരിയായ രൂപം അവരുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാകും. ഹൃദയത്തിൽ വിശ്വാസം പെയ്തിറങ്ങിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അവൻ തളരുകയും തകരുകയുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പൊന്നോമനകളെ അവർ ഗർഭം ചുമന്നിരുന്ന സന്ദർഭത്തിൽ 9 മാസക്കാലത്തോളം അവർ നമ്മുടെ കുഞ്ഞുങ്ങളെയും വയറിൽ പേറിക്കൊണ്ട് അവരനുഭവിച്ച ദുരന്തങ്ങൾ, അവരനുഭവിച്ച പ്രതിസന്ധികൾ അവരെ മുന്നോട്ട് അതിജീവിക്കാൻ പ്രേരിപ്പിച്ചത്, മരണമാകുന്ന ആ വേദനയിൽ നിന്നും, പ്രസവ വേദനയിൽ നിന്നും അവരെ അതിജീവിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് പ്രധാന ഒരു ഘടകം 9 മാസക്കാലം കഴിഞ്ഞാൽ എനിക്കൊരു മകൻ, എൻ്റെ മകൻ, എൻ്റെ മകൾ എന്നൊരു സന്താനം, പല്ലുപൊടി കാത്ത മോണ കാട്ടി ചിരിക്കുന്ന എനിക്കൊരു പൊന്നോമനയെ കിട്ടും എന്ന പ്രതീക്ഷയാണ് നമ്മുടെ ഭാര്യമാർ, ഗർഭസ്ഥരായ സ്ത്രീകൾ അവർ അവരുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഒരു വിശ്വാസി അയാളുടെ ജീവിതത്തിൽ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. ശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, കുറച്ചൊക്കെ ഭയം കൊണ്ട്, പട്ടിണി കൊണ്ട്, ധനനഷ്ടം കൊണ്ട്, ജീവനഷ്ടം കൊണ്ട്, വിഭവനഷ്ടം കൊണ്ട് എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. പരീക്ഷിക്കുമെന്നല്ല അല്ലാഹു പറഞ്ഞത്, പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക്, സഹനം അവലംബിക്കുന്നവർക്ക് ആത്മഹത്യകളിലേക്കും ലഹരിയുടെ ലോകങ്ങളിലേക്കും പോകാതെ സഹനം അവലംബിച്ചുകൊണ്ട് ക്ഷമ അവലംബിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക വിശുദ്ധ ഖുർആനിന്റെ സുവിശേഷമാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ അനുഭവിച്ച ത്യാഗങ്ങൾ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ലോകത്തേക്ക് ജനിച്ചു വരുമ്പോൾ പ്രവാചകന് തണലേകാൻ ഒരു ഉപ്പയില്ല. ആശ്വാസമാകുന്നൊരു 4-5 വയസ്സായപ്പോൾ പ്രവാചകന്റെ മാതാവ് ഈ ലോകത്ത് നിന്ന് യാത്രയായി. അള്ളാഹുവിന്റെ റസൂല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രബോധനവുമായി ജനങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ ക്രൂരതയുടെയും അക്രമങ്ങളുടെയും ഉച്ചനീചത്വങ്ങളുടെയും മുന്നിൽ പ്രവാചകൻ ഒരു ചിരി സമാധാനം കിട്ടുമെന്ന് കരുതി തോയിഫിലേക്ക് പോയ പ്രവാചകൻ, സ്വന്തം ഉമ്മയുടെ നാട്ടുകാർ, സ്വന്തം കുടുംബക്കാർ എന്നെ സഹായിക്കുമെന്ന് കരുതി അങ്ങോട്ട് പോയപ്പോൾ അവിടെയും പ്രവാചകൻ അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങൾ, അതാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക. പ്രവാചകരെ, അങ്ങയുടെ മുതുകിനെ ഒടിച്ചു കളയാൻ മാത്രം ഭാരമായ വലിയ വലിയ പരീക്ഷണങ്ങൾ താങ്കൾക്ക് നൽകിയിട്ടും അലം നശ്റഹ് ലക സദ്റക, താങ്കൾക്ക് അതിനെ അതിജീവിക്കാൻ, അതിനെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഹൃദയവിശാലത ഞാൻ അങ്ങേക്ക് നൽകിയില്ലയോ പ്രവാചകരെ? അങ്ങേക്ക് ഞാൻ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള ഹൃദയവിശാലത ഞാൻ അങ്ങേക്ക് നൽകിയില്ലയോ പ്രവാചകരെ? പ്രിയമുള്ളവരെ, ഇത്തരം പരീക്ഷണങ്ങൾ, ഇത്തരം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്തിനാണ്? അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നു, വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ. നിങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിനെ സഹനതയോടുകൂടി നേരിടുന്ന വീരയോദ്ധാക്കൾ ആരാണ് എന്നറിയുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇത്തരം പരീക്ഷണങ്ങളിലും ഇത്തരം പ്രതിസന്ധികളിലും ഒരു വിശ്വാസിയുടെ സഹനത, ഒരു വിശ്വാസിയുടെ സമാധാനം മഹാ അത്ഭുതമായി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഒരു മുഅ്മിനായ മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ അയാളുടെ പൊന്നോമനയായ ഒരു മകൻ, അല്ലെങ്കിൽ പ്രിയതമ, അല്ലെങ്കിൽ സ്വന്തം മാതാവ് അള്ളാഹുവിലേക്ക് യാത്രയാകുന്ന സന്ദർഭത്തിൽ നാം ഒന്നാലോചിക്കുക. നമ്മുടെ പൊന്നുമകൻ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഉപ്പയുടെ കയ്യിലേക്ക് ആ പൊന്നുമകൻ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. ആ പൊന്നുമകൻ, ഉപ്പ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുകളയരുതേ എന്ന് പറഞ്ഞ് ഉപ്പയുടെ കൈ മുറുക്കി പിടിച്ചിരിക്കുന്ന ആ പൊന്നോമന മകൻ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ നേഴ്സ് ആ ഉപ്പയുടെയും ആ മകന്റെയും കൈ അവിടെ നിന്നും വിട്ടുകളയുകയും ആ മകൻ പ്രയാസത്തോടുകൂടി ഉപ്പയെ നോക്കിക്കൊണ്ട് ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിപ്പോകുമ്പോഴും ആ ഉപ്പ മനസ്സമാധാനത്തോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഡോക്ടർ നമ്മളകത്തേക്ക് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നു. നിങ്ങളുടെ മകൻ മരണപ്പെട്ടു പോയി എന്ന മരണവാർത്ത പറയുമ്പോഴും ആ വിശ്വാസിയുടെ ഈമാൻ, ആ മുഅ്മിനിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അല്ലദീന ഇദാ അസാബതുഹും മുസീബ, അവനിലേക്ക് വിപത്തുകളും പരീക്ഷണങ്ങളും കടന്നു വരുമ്പോൾ ഖാലൂ, അവരുടെ പ്രഖ്യാപനം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തന്റെ പ്രിയതമ നെഞ്ചോട് ചേർന്നിരുന്ന, വർഷങ്ങളോളം തനിക്ക് മകനും മകളും നൽകിയ തന്റെ പ്രിയതമൻ മരണപ്പെട്ടു പോകുമ്പോൾ, തന്റെ മാതാവ് മരണപ്പെട്ടു പോകുമ്പോൾ, തന്റെ മുന്നിൽ പല്ലുപൊടിക്കാത്ത മോണ കാട്ടി ചിരിച്ച തന്റെ പൊന്നോമന അള്ളാഹുവിലേക്ക് പറന്നു നീങ്ങുമ്പോൾ ഒരു വിശ്വാസിയുടെ പ്രഖ്യാപനം, ഖാലൂ, അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ച നാഥന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ജീവിതം, ആ നാഥന്റെ അടുക്കലേക്കാണ് ഞങ്ങളുടെ മടക്കം. ഒരു വിശ്വാസിയുടെ പ്രഖ്യാപനമാണ്. അവരെ കുറിച്ച് പടച്ച നാഥൻ വീണ്ടും റബ്ബ് നമ്മളെ ഓർമ്മിപ്പിച്ചത് ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, അവരുടെ മേലാണ് അള്ളാഹുവിൽ നിന്നുള്ള, പടച്ചനാഥനിൽ നിന്നുള്ള അനുഗ്രഹവും അവന്റെ കാരുണ്യവും അവരുടെ മേലാണ്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥ വിജയികൾ. അവരാണ് യഥാർത്ഥ വിജയികൾ. അത്തരം വിജയികളിൽ നാം ഉൾപ്പെടണമെങ്കിൽ ജീവിതത്തെ പ്രതീക്ഷയോടുകൂടി മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ. കാരണം 1907 ഓ ഹെൻറി എന്ന് പറയുന്ന ഒരു കഥാകാരൻ, നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. അദ്ദേഹം ആ കഥയിൽ പറയുന്നത്, ന്യൂമോണിയ ബാധിച്ച ഒരു പെൺകുട്ടി ദിവസവും ആ കുട്ടി അയാളുടെ ജനലുകൾ തുറന്നിട്ട് ജനലുകളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കും.
അടുത്തുണ്ടായിരുന്ന ഒരു വൃക്ഷത്തിലെ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ ഈ പെൺകുട്ടി കരുതുകയാണ്, അതിൻ്റെ അവസാനത്തെ ഇലകളും കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിതാ ഒരിലയേ ഉള്ളൂ. ആ ഇലയും താഴെ വീണു കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുമെന്ന് വീട്ടുകാരോടും തൻ്റെ അനുജത്തിയോടും പറഞ്ഞു. ഇതറിഞ്ഞ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്, ഒരു കലാകാരൻ, ഒരു ആർട്ടിഫിഷ്യലായ ഒരില വരച്ച് ആ വൃക്ഷത്തിന്റെ മുകളിലേക്ക് കൊണ്ട് രാത്രിയിൽ കെട്ടിവെച്ചു. നേരം വെളുത്തടുത്ത ദിവസം ആ കുട്ടി കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ആ വീഴാറായി കരിഞ്ഞു നിന്ന ആ ഇല മാറിയിട്ട് വീണ്ടും നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ള ഒരില അവിടെ കണ്ടു. കുട്ടി ജീവിതത്തിന്റെ പ്രതീക്ഷകളിലേക്ക് മടങ്ങി. ആ കലാകാരൻ ഓരോ ദിവസവും വീണ്ടും വീണ്ടും ഇലകൾ വെച്ച് പിടിപ്പിക്കുകയാണ്. അവസാനം ആ കഥയുടെ അവസാനം മഞ്ഞുകാലത്ത് ആ വൃക്ഷത്തിലേക്ക് കയറി ഇല പിടിപ്പിച്ച ആ കലാകാരൻ പിന്നീട് ന്യൂമോണിയ ബാധിച്ചു മരിച്ചുവെന്നും ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്നുമാണ് ഒ ഹെൻറി ആ കഥയിൽ അവസാനിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ജീവിതത്തിന്റെ പ്രതീക്ഷകളാണ്, ജീവിതത്തിന്റെ സമാധാനമാണ് മുന്നോട്ടുള്ള ഗമനത്തിന് നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകന്മാരും ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ ആശ്വാസത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്, പ്രതീക്ഷയോടുകൂടിയുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും വേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകന്മാരുടെ മാർഗനിർദ്ദേശങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത്. അത്തരം ദൃഢമായ വിശ്വാസികളിൽ, പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ള, ഈമാനുള്ള, പക്വതയുള്ള വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ഏതേത് പ്രതിസന്ധികളിലും സമാധാനത്തോടെ, അവധാനതയോടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോയ പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഏറ്റവും വലിയ പ്രതിസന്ധികളിലും ഏറ്റവും വലിയ ജീവിത ബുദ്ധിമുട്ടുകളിലും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരായവർ പ്രവാചകന്മാരാണ്. പടച്ചനാഥൻ അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തിയത് വനജ്ജൈനല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. പണ്ട് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ അമ്പിയാക്കളെ രക്ഷപ്പെടുത്തിയതുപോലെ അവന്റെ വിശ്വാസികളായ മനുഷ്യരെയും അവന്റെ തണലിലും അവന്റെ കാവലിലേക്കും അല്ലാഹു കൊണ്ടുവരും. പ്രതീക്ഷയുടെ വർത്തമാനമാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അയ്യുന്നാസു ഖൈറുൻ, പ്രവാചകരെ ഏറ്റവും നല്ല മനുഷ്യരാരാണ്? അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തി, മൻ ത്വാല ഉംറുഹു വഹസ്ന അമലുഹു. ഒരുപാട് ആയുസ് കിട്ടിയിട്ടും കിട്ടിയ ആയുസ് അത്രയും ഭയാശങ്കകളില്ലാതെ, പ്രതിസന്ധികളില്ലാതെ, പരീക്ഷണങ്ങൾ മുന്നോട്ട് വന്നിട്ടും അതൊക്കെയും അതിജീവിച്ചുകൊണ്ട് എൻ്റെ റബ്ബെന്നെ സഹായിക്കും. ഒരു പൊന്നുമകൻ ഉപ്പയുടെ മുന്നിലൂടെ അയാൾ സന്തോഷത്തോടു കൂടി ഓടുന്നത്, എന്നെ ആരെങ്കിലും പിടിച്ചാൽ, എന്നെ ആരെങ്കിലും തടഞ്ഞു നിർത്തിയാൽ പിറകിലൂടെ വരുന്ന എൻ്റെ ഉപ്പയും ഉമ്മയും അത് ചോദിക്കാനുണ്ടാകും. അതുപോലെ എൻ്റെ പ്രശ്നങ്ങളിൽ എന്നെ അതിജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ, എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കരുണാമയനായ, സർവശക്തനായ, മലിക്കുൽ മുലൂക്കായ ആ രാജ സയ്യിദായ ആ പടച്ചനാഥൻ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും എനിക്ക് തണലാകുമെന്ന പ്രതീക്ഷയാണ് പ്രവാചകന്റെ ആ വചനം നമ്മെ ഉണർത്തുന്നത്.
വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും അധ്യാപനങ്ങൾ അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥാ, ഞങ്ങളുടെ ഹൃദയങ്ങളുടെ പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും നീക്കി തരയണമേ. ആശ്വാസവും സമാധാനവും നാഥാ നീ ഞങ്ങൾക്ക് തരയണമേ. ഈ ലോക ജീവിതത്തിൽ ഞങ്ങളുടെ സന്താനങ്ങളെ കൊണ്ടും ഞങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ടും സന്തോഷിക്കുന്നവരിൽ നാഥാ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ ഭയാശങ്കകൾ നാഥാ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നീക്കി ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നാഥാ നീ ഞങ്ങൾക്ക് തരയണമേ. ലോകത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന മാരകമായ കൊറോണ വൈറസിൽ നിന്ന് ലോകത്തെ എല്ലാ മനുഷ്യരെയും പരിരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ത്വയ്യിബ ഉച്ചരിച്ചുകൊണ്ട് നിറഞ്ഞ നന്മകളോടുകൂടി അല്ലാഹുവേ നിന്നെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും നാഥാ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. اللهم ارض عن أمير المؤمنين أبو بكر الصديق وعمر بن الفاروق وعثمان بن عفان وعلي المرتضى رضي الله تعالى عن كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي